എക്സ്പീരിയൻസും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അങ്ങനെ ഒരു പറയുന്ന ഒരാളുണ്ടെങ്കിൽ മതി. അങ്ങനെ നമുക്ക് കമ്പനിയിൽ റെഫറൻസ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം ജോലി കിട്ടും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ വന്നിട്ട് നമ്മൾ കുറേ വീഡിയോസും കണ്ടിട്ടുണ്ട്. CV ഡ്രോപ്പ് ചെയ്യുന്ന വീഡിയോസൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കണത് ഞാനും എൻ്റെ ഫ്രണ്ട് ബാക്കിലേക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് CV ഇവിടെ കൊടുക്കാൻ വേണ്ടി വന്നേക്കാം. അപ്പോൾ നാട്ടിൽ നമ്മൾ കുറേ സ്ഥലത്ത് നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണ പോലെ ഇവിടെ കൊടുത്തിട്ട് വലിയ കാര്യം ഉണ്ടോയെന്നാണ് നോക്കണത്. സംഭവം അന്വേഷിച്ചിടത്തോളം ഒക്കെ ലക്കാണ്. ചിലവർ പറയുന്നുണ്ട് കാര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ചിലർക്ക് അതിന് ജോലി കിട്ടിയെന്ന് പറയുന്നുണ്ട്, എന്നാൽ ചിലവർ പറയുന്നുണ്ട് എന്നാൽ അത് അത്ര വലിയ കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് നോക്കിയൊക്കെ എന്താ അവസ്ഥ കാര്യങ്ങളൊക്കെ എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ കുറച്ച് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിടക്കാം. അപ്പം ഞാൻ അതിൽ പതിവ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ CV ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനും ഇവനും കൂടിയിട്ടാണ് ഇറങ്ങിയേക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, കുറേ ആൾക്കാർ പറഞ്ഞു, ഇപ്പോൾ വിസിറ്റിങ്ങിൽ വരുന്ന ആൾക്കാരാണെങ്കിലും കുറേ ഇങ്ങനെ പോയ ഒരു എക്സ്പീരിയൻസുകൾക്ക് പറഞ്ഞു, അതായത് നമ്മളിങ്ങനെ പോയി CV കൊടുത്തിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു. ചിലവർ പറഞ്ഞത് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ നമ്മളൊരു എന്നാൽ ഇത് കൊടുക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറേ CVയും ഒക്കെ പിടിച്ചിട്ട് നമ്മുടെ ദുബായിൽ ഇപ്പോൾ ഞങ്ങളുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ്റെ ഫീൽഡാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും അങ്ങനെ ഈ ഗ്യാരേജുകൾ അതുപോലെ ഷോറൂമുകളൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ ഇറങ്ങി ഏകദേശം ഒരു 10 മണിക്കാകുമ്പോൾ ഇറങ്ങിയതുകൊണ്ട് എന്നിട്ട് ഞങ്ങളിങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുകൊടുക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ കുറേ സ്ഥലത്ത് കൊടുത്തതിൽ ഇപ്പോൾ മനസ്സിലായി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഓൺലൈനിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് അവരൊരു മെയിൽ ID തന്നു, അപ്പോൾ ആ മെയിലേക്ക് അയക്കുക, എന്നിട്ട് പിന്നെ ഓൺലൈൻ വഴിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് നമ്മുടെ ഇപ്പോൾ ഇൻ്റർവ്യൂ ആണെങ്കിലും ശരി, ഇപ്പോൾ ടെസ്റ്റ് ആണെങ്കിലും ശരി, ഒക്കെ അവർ സെറ്റ് ചെയ്യണതും ഷെഡ്യൂൾ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരിട്ടൊന്നും ഒരു പരിപാടി ഇല്ല. അപ്പോൾ ചില ആൾക്കാർ പോയി ഇതിൽ CV അടിച്ചു എന്ന് പറയും, അത്രയ്ക്കേ ഉള്ളൂ. അല്ലാണ്ട് വേറെ എന്താ പറയുക ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായി തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ എന്താ പറയുക ജോലിക്ക് വേണ്ടി പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ CV കൊണ്ട് കൊടുത്ത് ജോലിക്ക് നോക്കുന്ന ആൾക്കാർ അങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് എല്ലാ കാര്യം നടക്കുന്നതൊക്കെ. അപ്പോൾ കുറേ സ്ഥലത്തേക്ക് പോയി എല്ലായിടത്തും കൂടുതലും ഒരു 100-ൽ 90% ആൾക്കാരും പറഞ്ഞേക്കണത് CV മെയിലേക്ക് അയക്കി, എന്നിട്ട് അവരൊരു മെയിൽ ID തരാണ് ചെയ്തത്. ആ മെയിലേക്ക് അയക്കാൻ പറഞ്ഞിട്ട് തരാണ് ചെയ്തത്. അപ്പോൾ കൂടുതലും അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മളിവിടെ CV കൊടുത്തിട്ട് അങ്ങനെ വഴിയൊന്നും ജോലിയും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ. അത് ഓരോ ഡിപ്പെൻസ്, അതായത് ഓരോരുത്തർ ഭാഗ്യം അനുസരിച്ചിരിക്കും ജോലി കിട്ടുമോ കിട്ടില്ല എന്നൊക്കെ. അപ്പോൾ എന്തായാലും അതായത് ഞാനും ഇന്ന് നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ടെക്നീഷ്യൻ അങ്ങനത്തെ ഫീൽഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ഷോറൂമിലേക്കും കുറേ സ്ഥലത്തേക്ക് പോയി. അവിടെയൊക്കെ ഷോറൂം ഫുള്ള് അതായത് ഫുള്ള് നമ്മുടെ CV അയക്കാൻ പറയുന്നതൊക്കെ മെയിലേക്ക്. അപ്പോൾ അവർ മെയിൽ ID നമുക്കൊരു റിസപ്ഷനിൽ പോകുമ്പോൾ അവർ നമുക്കൊരു സ്ലിപ്പിൽ അവർ മെയിൽ ID എന്നുള്ളൊരു ഇത് തരും. അപ്പോൾ നിങ്ങൾ ഈ മെയിൽ അയക്കി അവിടെ നിന്ന് വഴി HR അല്ലെങ്കിൽ അവിടെ നിന്ന് വഴിയാവും ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മെയിൽ മേടിച്ചിട്ട് പറയും. പിന്നെ കുറേ ആൾക്കാർ പറയും LinkedIn വഴിയാണ് ഒക്കെ കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളിപ്പോൾ ഓൺലൈൻ ആപ്പ് അത് വഴി ചെയ്താണ്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും അവിടെ പോയി എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാനാണെങ്കിലും ഇവനാണെങ്കിലൊക്കെ. അപ്പോൾ ഒരു ദിവസം ഫുള്ളാണ് ഈ പരിപാടി ഉണ്ടാവുക. ഒരു ദിവസമല്ല, കുറേ ദിവസം ഈ പരിപാടി തുടങ്ങിയിട്ട്. നമ്മളെന്നാലും എന്തെങ്കിലും ഒരു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കുറേ ഇതിൽ വണ്ടിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ, അതായത് എൻ്റെ ഒപ്പീനിയനല്ല, ഞാൻ പോയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഇത് ഷെയർ ചെയ്യണത്. അപ്പോൾ നമ്മളെ ടെക്നീഷ്യന്മാരുടെ ഫീൽഡാണ്, അവരോടാണ് കൂടുതലും പറയാനുള്ളത്. അപ്പോൾ അത് നേരിട്ടുള്ള പരിപാടി ഇവിടെ ഒന്ന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല, നമുക്ക് നല്ല കഷ്ടപ്പാടാണ്. സംഭവം കഷ്ടപ്പാടാണ്, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ CV ഡ്രോപ്പ് ചെയ്യണ കേസ് ജസ്റ്റ് ഒന്ന് പോയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു കേട്ടോ. ഏകദേശം ഞാൻ കാലത്ത് അറിയുന്നതാണ്, ഇപ്പോൾ ഏകദേശം ഈവനിങ് ഒക്കെ ആയി. അപ്പോൾ കുറേ കയറി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും നമുക്കിപ്പോൾ ഈ ടെക്നീഷ്യന്മാരെ കൂടുതലും വരുന്നത്, അതായത് ഈ കാറിൻ്റെ ഗ്യാരേജും ഷോറൂമുകളൊക്കെ വരുന്നത് നമ്മുടെ ദുബായിൽ അൽക്കൂസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഓൺലൈനിലും ചിലവർ CV കുറേ അടിച്ചു, അത് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാനേ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവനും കൂടി ഞങ്ങളൊക്കെ ഒരുമിച്ച് സെയിം ഫീൽഡാണ് നോക്കണത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു, അതുപോലെ ഇവൻ്റെയും കൂടി പറയാം. പക്ഷേ സംഭവം നീ പറഞ്ഞു, ഞാൻ ഈ ഒരുപാട് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ ഒട്ടുമിക്ക കമ്പനികളിലും CV ഡ്രോപ്പ് ചെയ്യലും ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോക്കും അങ്ങനെ നമ്മളിപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ സന്ധ്യയാവും വീട്ടിലെത്താൻ.
നമ്മളിങ്ങനെ CV ഡ്രോപ്പിലെല്ലാം ചെയ്യലാണ്. അതായത് ഒരു ദിവസം ഫുള്ള് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോകുന്നതാണ്. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഒരു റെഫറൻസിന് ഈ ഒരു സംഭവത്തിന് ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടും. എക്സ്പീരിയൻസും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അങ്ങനെ ഒരു പറയുന്ന ഒരാളുണ്ടെങ്കിൽ മതി. അങ്ങനെ നമുക്ക് കമ്പനിയിൽ റെഫറൻസ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം ജോലി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നടന്ന് നമ്മളിങ്ങനെ ഇതേപോലെ നടന്ന് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. ജോലി കിട്ടിയവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് പണിയാണ്. സമയടിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ വേക്കൻസിയും വരാനില്ല. അപ്പൊ ഇതുപോലെ റെഫറൻസ് ഉണ്ടെങ്കിൽ വേറെ കൂടുതലായിട്ട് ഒന്നും ഇതുപോലെ ഡെയിലി എവിടെയും പോവുകയും ചെയ്യേണ്ട. എന്താ വെച്ചാൽ അവർ പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഇന്റർവ്യൂവിന് എന്തായാലും കിട്ടും റെഫറൻസ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. സമയം കിട്ടും, കുറച്ച് സമയം എടുക്കുന്നു മാത്രം. നമ്മൾ ഇന്ന മാസം കൊണ്ട് കിട്ടും അല്ലെങ്കിൽ ഇത്ര ദിവസം കിട്ടും നമ്മൾ വിചാരിച്ചിട്ടൊന്നും ആരും കയറി വരണ്ട. അങ്ങനെ അതായത് ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ മനസ്സിലുണ്ടാവും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇപ്പം തന്നെ ജോലി കിട്ടുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോടാണ് പറയാനുള്ളത്, അങ്ങനെ എളുപ്പത്തിലൊന്നും ജോലി കിട്ടുന്ന പരിപാടിയൊന്നുമല്ല. നല്ല പണിയാണ്, നല്ല ക്ഷമയും വേണം. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും, നമുക്ക് തന്നെ മടുപ്പ് തുടങ്ങും. അതായത് ഇത്ര നാളെ വന്നിട്ട് കിട്ടിയില്ലല്ലോ നമുക്ക് തന്നെ സ്വയം മടുപ്പ് തോന്നും. മടുപ്പ് തോന്നിയാൽ നമ്മളവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. റൂമിൽ നമ്മളെങ്ങനെയുണ്ട്, നമ്മളിതുപോലെ പല വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമ്മളിവിടെ വന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പിന്നെ കുറേ ആൾക്കാർ അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരും പറഞ്ഞേക്കണതൊക്കെ തന്നെയാണ് കേട്ടോ. എന്നാലും ഞാൻ പറയുന്നത് ഒരു വിസിറ്റിങ്ങിൽ, അതായത് ഒരു കാർ ടെക്നീഷ്യനായ ഒരാൾ ഒരു വിസിറ്റിങ്ങിനോട് വരണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ കുറച്ച് നല്ലതാണ്. അതായത് ഇങ്ങനെയൊക്കെയാണ് ജോലി. ഇപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഒരാളുടെ ഹോൾഡോ അല്ലെങ്കിൽ ഒരാളെ അറിയോ ഒരു റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മൾ തന്നെ വന്നിട്ട് സ്വയം ജോലി കണ്ടുപിടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമൊന്നുമല്ല. നല്ല പണിയാണ്. സമയം കിട്ടുമായിരിക്കും, പക്ഷെ കുറച്ച് നല്ല സമയം എടുക്കും. സമയം എടുക്കും. അതുപോലെ റെഫറൻസ് ഏറ്റവും ഫസ്റ്റ് അതുണ്ടെങ്കിൽ ഇതിന്റെ ജോലി കിട്ടും. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. പക്ഷെ ഇതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വിചാരിക്കൂല ഏത് സമയം നമുക്ക് ജോലി കിട്ടുന്നതന്നെ. നമ്മൾ ചിലപ്പോൾ ഒരു വട്ടം നമ്മളിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നും കിട്ടിയെന്നില്ല. ഇപ്പോൾ വീണ്ടും വിസ പുതുക്കേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ക്ഷമ വേണം. അതിലും അടുത്തിട്ടും കാര്യമില്ല. അതായത് ഇപ്പോൾ നമുക്ക് അവന് കിട്ടി അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയില്ലല്ലോ എന്നൊക്കെ ചിരിച്ചിരുന്നാൽ അങ്ങനെ ഡൗൺ ആയിട്ടിരുന്നാൽ നമ്മളവിടെ ഇരിക്കുള്ളൂ. പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ശ്രമിക്കന്നെ. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതാ ഇങ്ങനെയൊന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു വീഡിയോ പറയുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ ഇന്നിങ്ങനെ പോയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ CV ഡ്രോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് അങ്ങനെ പോയിട്ട് അങ്ങനെ ആ കമ്പനി ഈ കമ്പനി അങ്ങനെ കാണിക്കാനല്ല. അതായത് ഞാനിത് പോയി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ഇറങ്ങി ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയി. എന്നിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെയാണ്. ഞാൻ കുറേ മുന്നും പോയിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നാട്ടിൽ നമ്മുടെ പിള്ളേരുകളൊക്കെ വരാൻ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ സെയിം ഫീൽഡിൽ ജോലി നോക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരും അതുപോലെ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്കും കൂടി ഒരു യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. CV ഡ്രോപ്പിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അതായത് ചിലർ മേടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ സെറ്റാക്കി കിട്ടും. അല്ലെങ്കിൽ ഓൺലൈൻ, കൂടുതലും ഇപ്പോൾ ഓൺലൈനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പണ്ട് നാട്ടിലത്തെ പോലെ പരിപാടി കൊടുത്തിട്ട് അപ്പോൾ തന്നെ വിളിക്കണം, ആ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. കൂടുതലും ഓൺലൈൻ തന്നെയാണ്. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു സംഭവം. ഇന്നത്തെ ഞങ്ങളുടെ രണ്ടാളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളിന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ.